ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഫോംസിൽ ഫസ്റ്റ് മാർക്കറ്റ് ഫോം ആയിട്ടുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമുക്ക് ആദ്യം എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് നോക്കാം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഫോം ആണെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഫോംസ് പലതരത്തിലുണ്ട്. നമുക്ക് പറയാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റുകളും ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റും. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൊഫസർ ബൗൾഡിംഗ് എന്ന് പറയുന്ന എക്കോണമിസ്റ്റിൻ്റെ ഡെഫിനിഷനാണ്. A perfect competition market may be defined as a large number of buyers and sellers all engaged in the purchase and sale of identically similar commodity who are in close contact with one another and who buy and sell freely among themselves. നമുക്ക് ഡെഫിനിഷന് ഓരോ പാർട്ടായിട്ട് നോക്കാം. എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഫോം ആണെന്ന് പറഞ്ഞു. മേ ബി ഡിഫൈൻഡ് ആസ് എ ലാർജ് നമ്പർ ഓഫ്, എന്താണ് ഈ മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. ഓൾ എൻഗേജ്ഡ്, ഈ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഐഡൻറ്റിക്കലി സിമിലർ പ്രോഡക്ട്സ്. ഇവർ പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എല്ലാം ഐഡൻറ്റിക്കൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവരിവിടെ ഡീൽ ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ബയേഴ്സും സെല്ലേഴ്സും സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും എല്ലാം സിമിലർ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ്സ് ആണ്. ഹു ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് വൺ അനദർ, ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും വളരെ ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് ഹു ബൈ ആൻഡ് സെൽ ഫ്രീലി എമംഗ് ദംസെൽസ്, അതുകൊണ്ട് തന്നെ അവർക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും ഒക്കെ ഉള്ള ഫ്രീഡം ഉള്ള മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷൻ. ഒന്നുകൂടെ നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് may be defined as a large number of buyers and sellers all engaged in the purchase and sale of identically similar commodities who are in close contact with one another and who buy and sell freely among themselves. Okay, next definition, ഒരു ഡെഫിനിഷനും കൂടെയുണ്ട്. പ്രൊഫസർ ബെൻഹാമിൻ്റെ ഡെഫിനിഷനാണ്. എ മാർക്കറ്റ് ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്, ഒരു മാർക്കറ്റിന് പെർഫെക്റ്റ് മാർക്കറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? When all the potential sellers and buyers are promptly aware of the price. എല്ലാ ബയേഴ്സും അതുപോലെ തന്നെ എല്ലാ സെല്ലേഴ്സും പ്രൈസിനെ കുറിച്ച് അവെയർ ആണെങ്കിൽ മാർക്കറ്റിന് നമുക്ക് പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. All the potential buyers and sellers are promptly aware of the price. പ്രൈസിനെ കുറിച്ച് കൃത്യമായിട്ട് അവെയർ ആണെങ്കിൽ ആ ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതാണ് ബെൻഹാമിൻ്റെ ഒപ്പീനിയൻ. ദെൻ ബൗൾഡിങ്ങിൻ്റെ ഒപ്പീനിയനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കണ്ടു. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അവർ പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോഡക്ട്സ് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കും. അവർ തമ്മിലുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ഒരു മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഡെഫിനിഷൻസ്. പെർഫെക്റ്റ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ നോബഡി ക്യാൻ കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ജനറൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുകയാണ്. പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ പ്രൈസിൻ്റെ മുകളിൽ ആർക്കും കൺട്രോൾ ഉണ്ടാവില്ല. നോബഡി ക്യാൻ കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ആർക്കും ആ പ്രൈസിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് പെർഫെക്റ്റ് മാർക്കറ്റ്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഹോമോജനസ് പ്രോഡക്ട്സ്. നമ്മൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സിമിലർ ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഹോമോജനസ്. അണ്ടർ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഹോമോജനസ് ഇൻ നേച്ചർ. പ്രോഡക്ട്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഹോമോജനസ് ആയിരിക്കും. ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഹോമോജനസ് ആണെന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ഹോമോജനസ് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അവർക്ക് അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സും അവൈലബിൾ ആയിരിക്കും, അല്ലേ? മാർക്കറ്റിൽ അതേപോലെയുള്ള വേറെയും പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. സിമിലർ പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ദ ബയേഴ്സ് ഷുഡ് ഫീൽ ദാറ്റ് ദ പ്രോഡക്ട്സ് ഓഫേർഡ് ബൈ ഡിഫറെൻറ്റ് സെല്ലേഴ്സ് ആർ ദ സെയിം ഇൻ ക്വാളിറ്റി, സൈസ്, ടേസ്റ്റ് എക്സെട്ര. അപ്പോൾ എല്ലാ സെല്ലേഴ്സിൻ്റെ കയ്യിലും ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ എല്ലാ സെല്ലേഴ്സിൻ്റെ കയ്യിലുമുള്ള പ്രോഡക്റ്റ്, അവരെല്ലാവരും ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റി ഉള്ളതായിരിക്കും, സെയിം സൈസ് ഉള്ളതായിരിക്കും, സെയിം ടേസ്റ്റ് ഉള്ളതായിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും.
അതുകൊണ്ടാണ് നമ്മളവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പ്രോഡക്ട്സ് ഹോമോജനസ് ആണ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫേംസ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ദ ഐസ് ഓഫ് ദ ബയേഴ്സ്. അതായത് ബയറിൻ്റെ ഒരു വ്യൂവിൽ, ബയറിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എല്ലാ പ്രോഡക്റ്റും, എല്ലാ ഫേംസിൻ്റെ പ്രോഡക്റ്റും, എല്ലാ ഫേംസിൻ്റെ ആ സെയിം പ്രോഡക്റ്റും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേറൊരു ബ്രാൻഡ് മാറ്റി ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? ആ ഫേംസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ സെയിം സൈസും സെയിം ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബയേഴ്സിൻ്റെ ഒരു വ്യൂവിൽ എല്ലാ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഹോമോജനസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. In this market structure, a large number of sellers or firms. There is no impact on price. All firms are price takers and accept the market price. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഫീച്ചറാണ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സെല്ലർ അല്ലെങ്കിൽ ഫേം എന്ന് പറയാം. ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടാവും. ദർ ഈസ് നോ ഇമ്പാക്റ്റ് ഓൺ പ്രൈസ്. പക്ഷേ അവർക്കൊന്നും പ്രൈസിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ല. പ്രൈസിൻ്റെ മുകളിൽ യാതൊരു കൺട്രോളും ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. എല്ലാ ഫേംസും പ്രൈസ് ടേക്കേഴ്സാണ്. എല്ലാ ഫേംസും പ്രൈസ് ടേക്കേഴ്സാണ്. അവർ മാർക്കറ്റ് പ്രൈസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അതായത് പ്രൈസ് ടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള അധികാരം ഫേംസിനെ ഇല്ല. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു പവർ എന്ന് പറയുന്നത് ഫേംസിനെ ഇല്ല. അത് മാർക്കറ്റ് ഫോഴ്സസ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, അല്ലേ? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ആ കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് കൂടുതലുള്ള സമയമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കുറയുന്ന സമയമാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യും. അതേപോലെ തന്നെ സപ്ലൈ കൂടുതലുള്ള സമയമാണെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യും, അല്ലേ? സപ്ലൈ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? പ്രൈസ് കുറയും. സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ്, സപ്ലൈ വളരെ ഷോർട്ടേജ് ആണ്, ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വളരെ ഷോർട്ടേജ് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദർ ഈസ് നോ ഇമ്പാക്റ്റ് ഓൺ പ്രൈസ്. ഓൾ ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ്. അപ്പോൾ എന്താണോ ഈ മാർക്കറ്റ് ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസ്, അത് ഫേംസ് എല്ലാവരും ആ പ്രൈസ് ടേക്ക് ചെയ്യണം. എല്ലാ ഫേംസും ആ സെയിം പ്രൈസ് ടേക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആ മാർക്കറ്റ് പ്രൈസ് എന്താണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഫേംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. സെല്ലേഴ്സ് ലാർജ് ആണ്, അതുപോലെ തന്നെ ബയേഴ്സിൻ്റെ നമ്പറും ലാർജ് ആണ്. എന്താണ് ബയേഴ്സിൻ്റെ നമ്പർ ലാർജ് എന്ന് പറയുന്നത്? അനദർ ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. എനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് കനോട്ട് അഫക്ട് ദ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓരോ ഇൻഡിവിജ്വൽസും ഡിമാൻഡ് ചെയ്യാണ്. ഒരുപാട് ഇൻഡിവിജ്വൽസ് കൊണ്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയും മാർക്കറ്റ് ഡിമാൻഡ്. ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെയും സമ്മേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കനോട്ട് അഫക്ട് ദ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഒരിക്കലും ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. Therefore, all buyers present in such market are price takers. എല്ലാ ബയേഴ്സും ഈ ഒരു മാർക്കറ്റിൽ പ്രൈസ് ടേക്കേഴ്സ് ആണ്. അതായത് മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൈസിനെ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആർക്ക് ചെയ്യാനുള്ള കാര്യം? ബയേഴ്സിന് ചെയ്യാനുള്ള കാര്യം. ഓൾ ബയേഴ്സ് പ്രസന്റ് ഇൻ സച്ച് മാർക്കറ്റ് ആർ പ്രൈസ് ടേക്കേഴ്സ്. എത്രയാണോ ആ ഒരു മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ആ പ്രൈസിനെ ടേക്ക് ചെയ്യുക. ആ പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ അവർ പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആവുക എന്നുള്ളതാണ് ബയേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ. നെക്സ്റ്റ് വൺ ഇക്കണോമിക് റാഷണാലിറ്റി ആണ്. ഇക്കണോമിക് റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ക്യാരക്ടറൈസ്ഡ് വിത്ത് അസംഷൻ ഓഫ് ഇക്കണോമിക് റാഷണാലിറ്റി. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇക്കണോമിക് റാഷണാലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഫോംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എനി വൺ ബയർ ഓർ സെല്ലർ കം ടു ദ മാർക്കറ്റ് ഓൺ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോ ബയറും അതുപോലെ തന്നെ ഓരോ സെല്ലറും മാർക്കറ്റിലേക്ക് വരുന്നത് അവരവരുടെ ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ടാണ്, അല്ലേ? വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടല്ല. ഒരു റാഷണലാണ്. കൺസ്യൂമർ എന്ന് പറയുന്നത് റാഷണൽ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു റാഷണൽ ബിഹേവിയർ വെച്ചുകൊണ്ടാണ് ബയറും സെല്ലറും ഇവിടെ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നതും അതുപോലെ തന്നെ സെല് ചെയ്യുന്നതും. നെക്സ്റ്റ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് പെർഫെക്റ്റ് മൊബിലിറ്റി? Under perfect competition, the factors of production are perfectly mobile.
പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫെക്റ്റ്ലി മൊബൈൽ ആണ്. പെർഫെക്റ്റ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട് അല്ലേ. ദേ ക്യാൻ മൂവ് ഫ്രം വൺ ഫേം ടു അനദർ, ഒരു ഫേമിൽ നിന്ന് മറ്റൊരു ഫേമിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫെക്റ്റ്ലി മൊബൈൽ ആണ്, അതായത് മൂവ് ചെയ്യാനായിട്ട് വൺ ഫേം ടു അനദർ മൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് സ്കിൽഡ് വർക്കേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലേബറും ക്യാപിറ്റലൊക്കെയാണ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അതുപോലെ സ്കിൽഡ് വർക്കേഴ്സ് ക്യാൻ ഓൾസോ ഫ്രീ ടു മൂവ് ഫ്രം വൺ ഫേം ടു ഡിഫറെൻറ്റ് ഫേം. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കർക്ക് ഒരു ഫേമിൽ നിന്ന് ആ ഒരു ഫേം വിട്ട് വേറെ ഫേമിൽ വർക്കിന് വേണ്ടിയിട്ട് മാറാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള മാർക്കറ്റാണ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള പോയിന്റിൽ നമ്മൾ പറയുന്നത്. ദെൻ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റ് 0 ആയിട്ടാണ് നമ്മൾ പറയുക. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇല്ല. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആർ ഇൻകേർഡ്, പ്രൈസ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ മാർക്കറ്റ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻക്വയർ ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൈസസ് എന്തായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല, ഹോമോജിനസ് ആയിട്ട് നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് പ്രൈസ് നിർത്താനായിട്ട് സാധിക്കില്ല. പ്രൈസ് ഡിഫറെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ പ്രൈസ് ഡിഫറെൻ്റ് ആവുന്നത് ഓരോ സെക്ടേഴ്സിൻ്റെയും പ്രൈസ് ഡിഫറെൻ്റ് ആവുന്നതിനുള്ള ഒരു മെയിൻ റീസണാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക എന്നുള്ളത്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ദർ ഈസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുകൊണ്ട് തന്നെ പ്രൈസും സെയിം ആയിരിക്കും, പ്രൈസും യൂണിഫോം ആയിരിക്കും. ദെൻ പെർഫെക്റ്റ് നോളജ് ഓൺ ദ പാർട്ട് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. The existence of perfect knowledge on the part of buyers and sellers about market conditions. The buyers know the price prevailing in the market. അപ്പോൾ ഈ ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് പെർഫെക്റ്റ് അവെയർ ആയിരിക്കും. അതായത് പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ്. മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെയിനായിട്ടും? പ്രൈസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസിനെ കുറിച്ച് കൃത്യമായിട്ട് അവെയർ ആയിരിക്കും ബയേഴ്സും സെല്ലേഴ്സും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ. ഓക്കെ. Then non-intervention of government. എന്താണ് non-intervention of government? It is one of the important feature of perfect competition that there is no government intervention. ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഒന്നുമില്ലാത്തൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. The government has no intervention regarding the market structure in terms of tariffs, subsidies, etc. ഗവൺമെന്റിന് യാതൊരു ഇന്റർവെൻഷനും ഇല്ല ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുക്കുന്നതിലോ ഒന്നും തന്നെ ഗവൺമെന്റിന് യാതൊരു ഇന്റർവെൻഷനും ഇല്ലെങ്കിൽ. ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ, ടാരിഫ് അതായത് റെസ്ട്രിക്ഷൻസ് ഒക്കെ. അപ്പം അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസോ ഡ്യൂട്ടീസോ സബ്സിഡീസോ ഇമ്പോസ് ചെയ്യുന്നതിലോ സബ്സിഡീസ് കൊടുക്കുന്നതിലോ ഒന്നും തന്നെ ഗവൺമെന്റിന് ഇന്റർവെൻഷൻ ഇല്ലാത്തൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. Then normal profit level. The perfect competition has fully mobilized factors. It produces normal profit level for the long run firm. Perfect competition marketൽ നമ്മൾ പറഞ്ഞു ഫുള്ളി മൊബിലൈസ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് മൊബിലിറ്റി ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് നോർമൽ പ്രോഫിറ്റ് ലെവൽ. ലോങ് ടേം അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ നോക്കുവാണെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ച് നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നിന്ന് കിട്ടുക. നമ്മൾ പറഞ്ഞു നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുക എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സെല്ലേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. അവരുടെ ഇഷ്ടത്തിന് അവർക്കൊരു ഡിസ്ക്രിഷണറി പവർ ഒന്നുമില്ല പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. അവർക്ക് ഏതാണോ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഏതാണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ടേക്കേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ മൊണോപ്പൊളി മാർക്കറ്റൊക്കെ ആണെങ്കിൽ പ്രൈസ് മേക്കേഴ്സ് ആണ് അവർ. പ്രൈസ് അവർക്ക് മേക്ക് ചെയ്യാൻ, പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഫോംസ് ഉള്ളത് കൊണ്ട് തന്നെ ദേ ആർ ദ പ്രൈസ് ടേക്കേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് ലെവലും നോർമൽ പ്രോഫിറ്റ് മാത്രമായിരിക്കും. Next point, free entry and exit conditions. There is no artificial restrictions either preventing the entry of new firms into the market or compelling the existing firms to continue. Perfect competitive marketൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഫേമിന് എൻട്രി ചെയ്യാൻ യാതൊരു തടസ്സവും. അതുപോലെ തന്നെ ഈ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്, അതായത് ഫേമിന് ഇപ്പോൾ ലോസ് ആണെങ്കിൽ ആ ഫേമിന് വേണമെങ്കിൽ അവർക്ക് അത് വൈൻഡപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്ത് നിർത്തി പോകാം, ഷട്ട് ഡൗൺ ചെയ്ത് പോകാം കമ്പനി. അപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്ത് പോകാതെ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യണമെന്ന്, ആ ഫേം എക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതും ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ കമ്പൽ ചെയ്യില്ല. അതായത് കമ്പൽഷൻ ഒന്നുമില്ലാതെ ശരിക്കും ഒരു ഫ്രീഡം അവർക്ക് എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനും.
എൻട്രി ചെയ്യുന്നത് എപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവർ അതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ എൻട്രി ചെയ്യുന്നതിനും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനും, എക്സിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് ലോസ് വരുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യലായിട്ട് ലോസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്കത് എക്സിറ്റ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെയും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ദ ഫേംസ് ഹാവ് ഫുൾ ലിബർട്ടി ടു ചൂസ് ഐദർ ടു കണ്ടിന്യൂ ഓർ ഗോ ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അതായത് ഫേംസിന് ഫുൾ ലിബർട്ടി ഉണ്ട് ഐദർ ടു കണ്ടിന്യൂ ഓർ ടു ഗോ ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകുക. അതിനുള്ള ലിബർട്ടി ഫേംസിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സും ഡെഫിനിഷൻസും ക്ലിയർ ആയി